രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന രേവതിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഒരു മണ്ഡപം ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതിന്റെ സന്തോഷമായിട്ട് രേവതി സച്ചിയും കൂട്ടിക്കൊണ്ട് ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. അങ്ങനെ ക്ഷേത്രത്തിൽ പോയി കുറച്ച് വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തി ഇറങ്ങി വരുവാണ്. രേവതി സച്ചിയോട് പറഞ്ഞു, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് സച്ചിയേട്ടാ നമ്മുടെ സ്വപ്നം നമുക്ക് അധികം വൈകാതെ പോണീക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സച്ചി ചോദിച്ചു, എന്ത് സ്വപ്നം? സച്ചിയേട്ടൻ മറന്നോ? നമുക്ക് റൂം പണിയണ്ടേന്ന് ചോദിച്ചു. കുറച്ച് കല്യാണ മണ്ഡപങ്ങളൊക്കെ ഇങ്ങനെ അലങ്കരിക്കാൻ കിട്ടുവാണെങ്കിലേ നല്ലൊരു കാര്യമല്ലേ, നല്ല ക്യാഷ് കിട്ടില്ലേ. ഇപ്പൊ തന്നെ ഒരു ചെറിയ ഫംഗ്ഷന് വേണ്ടിയിട്ടാ, ഇനി അത് വലിയ ഫംഗ്ഷനായിട്ട് അലങ്കരിക്കാനൊക്കെ വരുമെന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, അത് നല്ല കാര്യമാന്ന് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ച് വീട്ടിലേക്ക് വന്നു. കുറെ കഴിഞ്ഞപ്പോഴത്തേനും സുധിയുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫ് സുധി അന്വേഷിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുധി ചോദിച്ചു, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ സാറേ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നെന്ന് പറഞ്ഞു. എന്ത് കാര്യം? കഴിഞ്ഞ ദിവസം ഷോപ്പിൽ നിന്ന് കുറച്ച് മുട്ട കിട്ടിയില്ലേന്ന് ചോദിച്ചു. ആ മുട്ട കിട്ടി. അന്ന് സാറിന് ഭയങ്കര ടെൻഷനായിരുന്നല്ലോ. പക്ഷെങ്കിൽ ആ മുട്ട കൊണ്ടേ വെച്ച ആരാന്നുള്ള കാര്യം പിടികിട്ടിന്ന് പറഞ്ഞു. ആരാണ് അത് കൊണ്ടേ വെച്ചേ? ഈ വീട്ടിലുള്ള ആരെങ്കിലും ആണോ? ഈ നിൽക്കുന്നവനാണോ എന്നൊക്കെ ചോദിക്കണം. സച്ചിയെ ചൂണ്ടിക്കാണിച്ചോണ്ട് എല്ലാരും അപ്പൊ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും പറഞ്ഞു, അങ്ങനെയല്ലാന്ന് പറഞ്ഞു. അവരാരും അല്ലാന്ന് പറഞ്ഞു. പിന്നെ ആരുടെ ആ മുട്ട കൊണ്ടേ വെച്ചോന്ന് ചോദിച്ചു. പെട്ടെന്ന് തന്നെ പറ. സുധിക്ക് ആകപ്പാടെ ആകാംക്ഷയായിരുന്നു. തന്നെ തകർക്കാനായിട്ട് ആരോ മനഃപൂർവ്വം കൊണ്ടുവച്ച മുട്ടയാണത്. അതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായിരിക്കുന്നത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ സുധിക്ക് സഹിച്ചില്ല. അപ്പോഴേക്കും ആ സ്റ്റാഫ് പറഞ്ഞു, അത് സാറേ, നമ്മുടെ തൊട്ടടുത്ത് ആ ATM കാർഡിനുണ്ടല്ലോ, അവിടുത്തെ സെക്യൂരിറ്റിക്കാരനാ. അവിടുത്തെ സെക്യൂരിറ്റിക്കാരനോ? അയാൾക്ക് എന്തിനാ എന്നോട് ശത്രുത? അയാൾ എന്തിനാ അങ്ങനെ കാണിച്ചെന്ന് ചോദിച്ചു. അയ്യോ സാറേ, അയാളും അയാളുടെ കൊച്ചുമാനും കൂടെ തൊട്ടടുത്ത കടയിൽ അങ്ങോട്ട് പോയി മുട്ട വാങ്ങി. തിരികെ വരുന്ന സമയത്ത് മഴ പെയ്ത് കഴിഞ്ഞപ്പോ നമ്മുടെ കടയുടെ മുന്നിൽ അങ്ങോട്ട് കയറി നിന്നാ. പക്ഷെ തിരിച്ചു പോകുന്ന വഴിക്ക് മുട്ട എടുക്കാൻ മറന്നുപോയി. ആ മഴ പെയ്ത സമയത്ത് ആ കൊച്ചെന്ത് ചെയ്തു? ആ മുട്ടയിൽ ഇങ്ങനെ കണ്ണും മൂക്കൊക്കെ വരച്ചു വെച്ചാ വെറുതെ തമാശക്ക് ചെയ്തതാ. പക്ഷെ മുട്ട എടുക്കാൻ മറന്നുപോയി. അവരങ്ങോട്ട് പോവുകയും ചെയ്തു. ഇന്ന് രാവിലെ വന്ന് മുട്ടയുടെ കാര്യം എന്നോട് ചോദിക്കുന്നത്, ഇവിടെ എങ്ങനെ ഇരുന്ന് മുട്ട കിട്ടിയോന്നൊക്കെ. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലാകുന്നത്. പിന്നെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ ആ ചേട്ടൻ എന്നോടെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ സച്ചിൻ, രേവതി എല്ലാരും കൂടെ ചിരിക്കുവാണ്. വർഷ ശ്രീകാന്തും ഒക്കെ. ചന്ദ്രമതിക്ക് നല്ല ദേഷ്യമായി. ചന്ദ്രമതി ദേഷ്യപ്പെട്ട് സുധീനെ ഒന്ന് നോക്കുവാണ്. ഒരു ദിവസം വ്രതം ഒടിപ്പിച്ച ഇവൻ കാരണം. പിന്നീട് അയാളോട്, അല്ല സാറേ ആ മുട്ട എവിടെയാന്ന് ചോദിച്ചു. മുട്ട എന്റെ പൊന്നോ എന്നും പറഞ്ഞിട്ട് സുധി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ ചന്ദ്രമതിയോട് ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട്? നിന്റെ മകന് വിദ്യാഭ്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, തലയ്ക്ക് വിവരമില്ലെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? കൂടോത്രവാന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു നടത്തിയത് എന്നൊക്കെ പറഞ്ഞു. പിന്നീട് രേവതി പതുപോലെ പൂ കൊടുക്കാനായിട്ട് പോയി. അങ്ങനെ ഒരു വീട്ടിൽ കൊണ്ട് പൂ കൊടുത്തിട്ട് ഇറങ്ങി വരുമ്പോ ഒരുത്തൻ അങ്ങോട്ട് വന്നു. അപ്പൊ രേവതി ശ്രദ്ധിച്ചു, 2-3 ദിവസമായിട്ട് തന്റെ പിന്നാലെ തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ അവൻ വന്നിട്ട് രേവതിയോട്, അയ്യോ ഞാനേ കഴിഞ്ഞ ദിവസം പേര് ചോദിച്ച സോറി കേട്ടോ, പേരൊന്നും ചോദിക്കാൻ പാടില്ലായിരുന്നു, വീടൊന്നും ചോദിക്കാൻ പാടില്ലായിരുന്നു, അറിയാതെ ചോദിച്ചു പോയതാന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് രേവതി ഇങ്ങനെ ആകപ്പാടെ മൊത്തത്തിലൊന്ന് നോക്കി. അല്ല നിങ്ങൾ എന്തിനാ എന്റെ പിന്നാലെ വരണമെന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വരുന്നേ. ഇനി ഞാൻ പേരൊന്നും ചോദിക്കത്തില്ല. എന്റെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് ഒരു ചിത്രമൊക്കെ ഉണ്ട്. ഞാൻ നിനക്കൊരു പേരൊക്കെ എന്റെ മനസ്സിൽ ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. രേവതി ആകപ്പാടെ അന്താളിച്ചു പോയി. കുറച്ച് ദിവസമായി പിന്നാലെ തന്നെ നടക്കുന്നു. താൻ എവിടെ പോയാലും ആ പിന്നാലെ തന്നെ വരുന്നതാണ്. രേവതിക്കാണ് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. പിന്നീട് രേവതി എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ അവിടെ നിങ്ങോട്ട് പോരുവാണ്. പോരുന്ന സമയത്ത് സച്ചിയെ വിളിച്ച രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ ഇങ്ങനെ ഒരുത്തൻ്റെ പിന്നാലെ വരുന്നുണ്ട്, കുറച്ച് ദിവസമായി ഞാൻ അവനെ കാണാൻ തുടങ്ങുന്നേ. അപ്പോഴേക്ക് സച്ചി പറഞ്ഞൊരു കാര്യം ചെയ്യേ, അവൻ എപ്പോഴാണ് നിന്റെ പിന്നാലെ വരുന്ന അറിയത്തില്ലോ, ഇപ്പൊ അവനോടെ ഉണ്ടോന്ന് ചോദിച്ചു. അവല്ല അവൻ പോയെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവൻ ഇനി വരുന്ന സമയത്ത് നീ എന്നെ വിളിക്ക, ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഒരു കാര്യം ചെയ്യാം, ഇനി അവൻ ശല്യമായിട്ട് പിന്നാലെ വന്നാല് നീ ഒരു കുരുമുളക് പൊടി കൈ കരുതിക്കോളാൻ പറഞ്ഞു. കുരുമുളക് പൊടിയോ? അതെന്തിനാ? വല്ല ഓംലേറ്റ് ഉണ്ടാക്കാനാണെന്ന് ചോദിച്ചു. ഓംലേറ്റ്? നിനക്ക് ആ ചിന്ത മാത്രമേ ഉള്ളൂ. ഞാനേ പെപ്പർ സ്പ്രേയുടെ കാര്യമാണ് പറഞ്ഞെന്ന് പറഞ്ഞു. അതാ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പാ. ഇനി അവൻ ശല്യം ചെയ്തോണ്ട് വന്നാ അതങ്ങോട്ട് മുഖത്തേക്ക് അടിച്ചാൽ മതി എന്ന് പറഞ്ഞു. രേവതിക്ക് തോന്നി അത് നല്ലൊരു കാര്യമാണല്ലോ എന്ന്. ഇവനൊക്കെ ഇത്തരക്കാരനൊന്നും അറിയത്തില്ല. അങ്ങനെ ആ സംഭവത്തിന് ശേഷം രേവതി വീട്ടിലേക്ക് പോന്നു. പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോ വർഷ വീട്ടിലേക്ക് വരുവാണ്. വർഷ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ശ്രീകാന്ത് മുറിയിലുണ്ടായിരുന്നു. ശ്രീകാന്തിനെ കണ്ടപ്പോ ചോദിച്ചു, അല്ല
ഇതെന്താ ശ്രീകാന്തിന് ഓഫാണെന്ന് ചോദിച്ചു. രാവിലെ ഉണ്ടായിരുന്നു, ഉച്ച കഴിഞ്ഞിട്ടില്ലായിരുന്നു പറയണ. ഓ അങ്ങനെയാണല്ലേ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുമെന്ന് ചോദിച്ചു. എന്താ? എന്റെ കൂടെ വൈകുന്നേരം ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വരുമെന്ന് ചോദിച്ചു. ബർത്ത്ഡേ പാർട്ടിക്കോ? അതിനെന്താ, വരാലോ എന്ന് പറഞ്ഞു. ആരുടെ ബർത്ത്ഡേ പാർട്ടി? ഞാൻ ഡബ് ചെയ്യുന്ന സീരിയലിലെ നായിക്ക് ബർത്ത്ഡേ. അപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് സൗണ്ട് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ അവരെന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ വൈകുന്നേരം നമുക്കൊന്ന് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ശ്രീകാന്ത് പറഞ്ഞു ഓക്കെ അന്നെനിക്ക് പോയേക്കാന്ന് പറഞ്ഞു. വർഷയ്ക്ക് തനിച്ചു പോകാനായിട്ടൊരു മടിയൊക്കെ ആയിരുന്നു. ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനുമാണ് ശ്രീകാന്ത് ജോലി ചെയ്യുന്ന റെസ്റ്റോറന്റിലെ പ്രിയ മാഡം വിളിക്കുന്നത്. പ്രിയ മാഡം വിളിച്ചിട്ട് ശ്രീകാന്തിനോട് കുറച്ച് കാര്യങ്ങൾ പറയണം. ദൈവമേ, ശ്രീകാന്ത് പെട്ടുപോയി. ഇനി എങ്ങനെ ഇവളോട് പറയും വർഷയോട്? പിന്നീട് ശ്രീകാന്ത് എന്ന് വർഷയോട് പറഞ്ഞു, വർഷ എനിക്ക് വൈകുന്നേരം നിന്റെ കൂടെ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതെന്താ? എനിക്ക് അത്യാവശ്യമായിട്ട് റെസ്റ്റോറന്റിൽ പോകണം. അതെന്താ? ഒരു ഫംഗ്ഷൻ ഓർഡർ കിട്ടിയിട്ടുണ്ട്, പോകാതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വർഷ പറഞ്ഞു, നീ എന്ത് പരിപാടിയാ ശ്രീകാന്തെ പറയണേ? നീ എന്നോട് സമ്മതിച്ചല്ലേ വരാന്ന്? അത് ഞാൻ പറഞ്ഞല്ലോ, ഒഴിവാക്കാൻ പറ്റാത്ത. പ്രിയ മാഡം വിളിച്ചിട്ട് പറഞ്ഞ മാഡത്തിനോട് വിളിച്ചു പറ വരാൻ പറ്റില്ലെന്ന്. നീ എനിക്ക് സമ്മതം തന്നല്ലേ വരാന്ന്. എന്നിട്ട് മാഡം പറഞ്ഞപ്പോ നിനക്ക് പറയാൻ മേലായിരുന്നോ? അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, മാഡം പറഞ്ഞപ്പോ അങ്ങനെ വരാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. നിനക്കറിയാവുന്ന കാര്യല്ലേ, നമ്മളൊരു ആളുടെ കീഴിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവര് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് പാതിരാത്രിയാണെങ്കിലും ചിലപ്പോൾ ചെന്നേ മതിയാകത്തുള്ളൂ. അത്യാവശ്യ കാര്യമൊക്കെ ആണെങ്കിൽ നിനക്കത് മനസ്സിലാത്തോണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോ വർഷം പറഞ്ഞു, ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ, എന്നെക്കാളും പ്രധാനം അവളാ. അങ്ങനെ ഒരു കാര്യം ചെയ്യ, ഇപ്പൊ തന്നെ കൂടെ വിളിച്ചു പറഞ്ഞാലേ വന്നേക്കാന്ന്, എന്റെ കൂടെ ആരും വരണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. ശ്രീകാന്തിന് ഭയങ്കര സങ്കടമായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. പിന്നീട് വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും വർഷ ആ ബർത്ത്ഡേ ഫംഗ്ഷന് പോവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വർഷയ്ക്ക് ഭയങ്കര സ്വീകരണം തന്നെയാണ് കിട്ടിയത്. വർഷയോട് ഭയങ്കര സ്നേഹമായിരുന്നു അവർക്ക്. കാരണം തനിക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്യുന്ന ആളല്ലേ, അപ്പൊ അതിന്റെ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വർഷ എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വർഷ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയ സ്ഥലത്തേക്ക് തന്നെയാണ് ശ്രീകാന്ത് വരുന്നത്. ശ്രീകാന്തിനോടൊപ്പം പ്രിയ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയായിരുന്നു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. ആ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ശ്രീകാന്ത് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നത്. അങ്ങനെ പ്രിയയും ശ്രീകാന്തും കൂടെ കയറി വരുവാണ്. അപ്പൊ കയറി വരുന്ന സമയത്ത് ശ്രീകാന്ത് തന്റെ കൂടെയുള്ള സ്റ്റാഫിനോട് പറഞ്ഞു, അതെ ഫുഡെല്ലാം എടുത്തിട്ടുണ്ടല്ലോ അല്ലെ? എല്ലാം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് കയറി വരുവാണ്. പിന്നീട് വന്നു കഴിഞ്ഞിട്ട് പ്രിയ ശ്രീകാന്തിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിന്റെ റെസ്റ്റോറന്റിലെ മെയിൻ ഷെഫാന്നൊക്കെ പറയാണ്. ഈ സമയത്ത് ഇത് വർഷ കണ്ടു. വർഷയ്ക്കാണ് ആകെപ്പാടെ സങ്കടമായിപ്പോയി. കാരണം ഇവളോടൊപ്പം വന്നിരിക്കുന്നു, താൻ വിളിച്ചിട്ട് വന്നില്ല. വർഷയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോഴേക്കും ശ്രീകാന്ത് പോയി കേക്കൊക്കെ എടുത്തോണ്ട് വെക്കുവാണ്. അപ്പൊ കേക്കൊക്കെ ശ്രീകാന്ത് ആയിരുന്നു പ്രിപ്പയർ ചെയ്തത്. അങ്ങനെ ഇതെല്ലാം കൊണ്ട് സെറ്റ് ചെയ്തു. ആ സമയത്ത് ആ നടിയുടെ അമ്മ പറഞ്ഞു, ബാ ഇനിയിപ്പോ താമസിക്കണ്ട, നമുക്ക് കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാരും കൂടെ കേക്ക് കട്ട് ചെയ്യാനൊക്കെ തുടങ്ങുവാണ്. അപ്പോഴേക്കുമാണ് ശ്രീകാന്ത് വർഷയെ കാണുന്നത്. അത് പ്രിയാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇതേ ശ്രീകാന്തെ, നിന്റെ ഭാര്യ നിൽക്കുന്നു പറഞ്ഞു. ശ്രീകാന്ത് ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഇവളെന്താ ഇവിടെ? പെട്ടെന്നാണ് ആലോചിച്ചത്. ഇനിയിപ്പൊ ഇവിടുത്തെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണോ തന്നെ ഇവള് ക്ഷണിച്ചത്? ദൈവമേ, വൈകുന്നേരം കൊലപാതകം നടക്കും, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ശ്രീകാന്ത് ആകെപ്പാടെ പെട്ടുപോയി. ഇനിയിപ്പൊ ഇതിന്റെ പേരിലായിരിക്കും വൈകുന്നേരം അടി ഉണ്ടാവാനായിട്ട് പോകുന്നത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ ശ്രീകാന്തിന് ഭയങ്കര ടെൻഷനായി. അപ്പോഴേക്കും വർഷയ്ക്കാണ് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വർഷ പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങുവാണ്. വർഷയ്ക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല, എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും ശ്രീകാന്ത് പിന്നാലെ വന്ന് വർഷയെ വിളിക്കണം. പക്ഷെ അവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു. എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അല്ല നീ ഇവിടെയാണോ ബർത്ത്ഡേ ഫംഗ്ഷൻ വന്നേ? ഓ അറിഞ്ഞിട്ട് ഇപ്പൊ എന്താവാനെന്ന് വർഷ ചോദിച്ചു. ശ്രീകാന്ത് പറഞ്ഞു, വർഷ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട, എന്നെക്കാളും പ്രിയം അവളാണല്ലേ ആ പ്രിയ മാഡം. അതുകൊണ്ടാണല്ലോ ഞാൻ വിളിച്ചിട്ട് വരാൻ പറ്റില്ല നിനക്ക്. നിന്റെ പ്രിയ മാഡത്തിനോടൊപ്പം നിനക്ക് വരാല്ലേന്ന് ചോദിച്ചു. അയ്യോ വർഷ അങ്ങനെയല്ല, ഇതിപ്പം ഞങ്ങളുടെ പ്രിയ മാഡത്തിനെ ഞങ്ങളെ വിളിച്ചിരിക്കുന്ന ഫംഗ്ഷനാ. അപ്പൊ ഇവിടേക്ക് വേണ്ട ഫുഡൊക്കെ ഡെലിവറി ചെയ്യുന്നത് ഞങ്ങളാണ്, ഫുഡ് ഓർഡർ ഒക്കെ എടുത്തിരിക്കുന്നത്. അപ്പൊ അത് കൊണ്ടു കൊടുക്കാനൊക്കെ ആയിട്ടാ ഞാനും കൂടെ വന്നേ. അതിന് നീ എന്തിനാ വരുന്നേ? നീ ഷെഫല്ലേ, നിനക്ക് അവിടെ ഇരുന്നാ മതിയല്ലോ, നീ ഡെലിവറി ബോയ് ഒന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. അത് പിന്നെ പ്രിയ മാഡം വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റുമോ? ഓ അപ്പൊ പ്രിയ മാഡം വിളിച്ചാൽ നിനക്ക് വരാം, ഞാൻ വിളിച്ചിട്ടുണ്ടാ വരാൻ പറ്റില്ലല്ലേ? അത് പക്ഷേ ഇതെന്റെ ജോലിയുടെ ഭാഗമാന്ന് പറഞ്ഞു. പിന്നെ ജോലിയുടെ ഭാഗം, അവളോടൊപ്പം ഇതിലൂടെയൊക്കെ ചുറ്റി കിടക്കുന്നതിന് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, ഇതേ വർഷേ നീ വെറുതെ അനാവശ്യം പറയരുത്, ഞാൻ ആരോടൊപ്പം ചുറ്റി നടന്നിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഞാന് പ്രിയ മാഡത്തിനൊപ്പം നടക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ജോലിയുടെ ഭാഗമാ, അല്ലാതെ ഞാനൊരു പെണ്ണിന്റെ പിന്നാലെ പോയിട്ടില്ലെന്ന് പറഞ്ഞു. ഒടുവില് ദേഷ്യപ്പെട്ട് വർഷം അവിടെ നിന്ന് പോവാ. ശരി ആയിക്കോട്ടെ, നിന്റെ ജോലി നടക്കട്ടെ, ഞാനായിട്ട് നിന്നെ ശല്യപ്പെടുത്തുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു പോയി.
ശ്രീകാന്തിന് ഭയങ്കര ടെൻഷനായിപ്പോയി. ഇനിയിപ്പോ എന്താ ചെയ്യട്ടെ എന്നൊക്കെ ചിന്തയായിരുന്നു. ഇനി ഇത് മതി, ഇനി അവൾക്ക് വഴക്കുണ്ടാക്കാന്. താന് പ്രിയമാടത്തിനോടൊപ്പം വന്നു, അവളോടൊപ്പം വന്നില്ല എന്നൊക്കെ ഒരു ചിന്ത അവളുടെ മനസ്സിലുണ്ടെന്ന് ശ്രീകാന്തിന് മനസ്സിലായി. പിന്നീട് രേവതി പൂ കൊടുക്കാനായിട്ട് ഭാമയുടെ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ പൂവുണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഭാമയോട് രേവതി പറഞ്ഞു, ആന്റി ഞാൻ പോയേക്കുവെന്ന് പറഞ്ഞു. ആ സമയത്ത് ഭാമ പറഞ്ഞു, മോളെ നിക്ക്, ഞാൻ ഒരു ചായ എടുത്തരാന്ന് പറഞ്ഞു. വേണ്ട ആന്റി, ഞാൻ പോയേക്കുവാ, ഇനി വീട്ടിൽ ചെന്ന് കുറെ പണിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഭാമ പറഞ്ഞു, നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ, നിന്നെ പോലെ ഒരു മരുമോളായിരുന്നു എനിക്കിവിടെ വേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ സച്ചിനെ എനിക്ക് ഇഷ്ടമാണ്. സച്ചിനെ പോലെ ഒരു മോനെ കിട്ടാനായിട്ട് ഭാഗ്യം ചെയ്യണം. എന്തൊരു സ്നേഹം അവന് മറ്റുള്ളവരുടെ. പക്ഷെ ചന്ദ്രമതിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചന്ദ്രമതി കുറെ നാളായിട്ട് എന്നോട് പിണക്കത്തില്ല, എന്നെ വിളിക്കാറ് പോലും ഇല്ല. അല്ലെങ്കിലോ ദിവസത്തിൽ 2 തവണ വിളിച്ചോണ്ടിരുന്ന. അതെന്താ ആന്റി അങ്ങനെ? അല്ല, ഞാനേ ചില കാര്യങ്ങളൊക്കെ സച്ചിയോട് പറഞ്ഞല്ലോ, അതിന്റെ പേരിലാന്ന് പറഞ്ഞു. ആ പണത്തിന്റെ കാര്യങ്ങളൊക്കെ, വക്കീൽ കൊടുത്ത പണം വന്നൊക്കെ അതൊക്കെ ഭാമയാണല്ലോ സച്ചിയോട് പറഞ്ഞേ. അപ്പൊ അതിന്റെ ദേഷ്യമുണ്ട് എന്നോട്. ഇപ്പോഴും ആ ദേഷ്യം അവൾക്ക് മാറിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ആന്റി ഒന്നും കാര്യാക്കണ്ട, കുറച്ച് ദിവസം കഴിയുമ്പോ അമ്മയുടെ വിഷമമൊക്കെ അങ്ങോട്ട് മാറിക്കോളൂ, അമ്മ വന്നോളൂ എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, ചന്ദ്രമ്മയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. ശരിക്കും പറഞ്ഞ മോളെ, നിന്നെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു കേട്ടോ. നീ അല്ലാതെ വേറെ ആരാണെങ്കിലും അവിടേക്ക് വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും 10 ദിവസം തികയുന്നതിന് മുമ്പ് ആ വീട് വിട്ടു പോയാനോ. നീ ഇത്ര സഹിച്ചു ക്ഷമിച്ചൊക്കെ വീട്ടിൽ നിൽക്കുന്നുണ്ടല്ലോ, നിന്നെ കൊണ്ട് ഇത് എങ്ങനെ സാധിക്കുന്നു ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു, ആന്റി എനിക്കങ്ങനെ ആരുടെ ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല. ആന്റിക്ക് അറിയാലോ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. പിന്നെ എന്റെ അമ്മ എന്തേലും പറഞ്ഞ് ഞാനൊന്നും പറയാനും പോകത്തില്ല. കുറച്ചൊക്കെ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഭാമ പറഞ്ഞു, അത് അവൾക്ക് മനസ്സിലാവുന്നില്ലോ ചന്ദ്രയ്ക്ക്, എത്ര പറഞ്ഞു കൊടുത്താലും അവളുടെ തലയിലേക്ക് കയറത്തില്ലെന്ന് പറഞ്ഞു. അല്ലെങ്കിലും നിന്റെ അത്ര സ്നേഹം ആ കുടുംബത്തോട് വേറെ ആർക്കും ഉള്ളേ. പിന്നെ വേറൊരു കാര്യമുണ്ട്, 2 ലക്ഷം രൂപയുണ്ടല്ലോ ശ്രുതി എനിക്ക് കൊണ്ടേ തന്നപ്പോ ഞാനും ഇത്രയ്ക്ക് പ്രതീക്ഷയില്ലാന്ന് പറഞ്ഞു. ശ്രുതിയോ? ശ്രുതി പൈസ കൊണ്ടേ തന്നോ? അതെ മോളെ, അവള് താലിമാല വിറ്റിട്ടൊക്കെയാ പണം കൊണ്ടേ തന്നത്. അന്ന് വക്കീലിന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ ചന്ദ്രമതിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ആ പണം മോഷണം പോയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേങ്കില് വീട്ടിൽ ഇതിന്റെ പേരിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി താലിമാല വിറ്റ് 2 ലക്ഷം രൂപ കൊണ്ടേ തന്നു. എന്നിട്ടിത് ആരും പറയില്ലെന്നൊക്കെ പറഞ്ഞു. അയ്യോ, ഞാൻ അറിഞ്ഞല്ലോ ആന്റി എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആരും വീട്ടിൽ അറിഞ്ഞിട്ടില്ലേന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോ എന്താ, ആകെപ്പാടെ ടെൻഷനായി പോയി ഭാമിക്ക്. അപ്പോഴേക്കും രേവതി ചോദിച്ചു, അല്ല എന്നാ പണം കൊണ്ട് തന്നേന്ന് ചോദിച്ചു. പണം കൊണ്ട് തന്നെന്ന് ഞാൻ ചന്ദ്രമതിയെ വിളിച്ചു പറഞ്ഞു. അലമാരിക്കകത്തുനിന്ന് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ശ്രുതിയാ പറഞ്ഞ്, അലമാരിക്കകത്ത് മാറി ഇരിപ്പുണ്ടായിരുന്ന പണം അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ. കാരണം അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു, രേവതി പണം മോഷ്ടിച്ചതിന്റെ പേരിൽ കിടന്ന് സങ്കടപ്പെടുക, അതൊക്കെ ഓർത്തിട്ട്. അങ്ങനെയാണ് ശ്രുതി താലിമാല വിറ്റിട്ട് പണം കൊണ്ട് തന്നേന്ന് പറഞ്ഞു. രേവതിക്ക് അത് വിശ്വസിക്കാൻ എന്തോ ഒരു പ്രയാസം, ഒരു സംശയം. ശ്രുതി അങ്ങനെ ചെയ്യുവോ? 2 ലക്ഷം രൂപ, എന്നാലും ആ കള്ളൻ എവിടെയായിരിക്കും? കള്ളൻ 2 ലക്ഷം രൂപ മോഷ്ടിച്ചോണ്ട് പോയല്ലോ, കൊണ്ടുപോയ കള്ളൻ ഏതാ എന്നൊരു സംശയം രേവതിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അങ്ങനെ ആ വലിയ സത്യം രേവതി തിരിച്ചറിയുന്നുണ്ട്. ഒടുവില് രേവതി വീട്ടിലേക്ക് വന്നു സച്ചിയോട് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് സച്ചിക്ക് സംശയമായി. സച്ചി പറഞ്ഞു, രേവതി അങ്ങനെയാണെങ്കിൽ കള്ളം കപ്പലിൽ തന്നെയെന്ന് പറഞ്ഞു. എന്താ സച്ചിയേട്ടാ? അതെ, നീ മാത്രമല്ല വീട്ടിൽ പോയത്, വേറെ പലരും പോയല്ലോ, ഈ പറയുന്ന ശ്രുതിയും പോയതായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അല്ല, അതിനിപ്പോ സച്ചിയേട്ടൻ ഇങ്ങനെ പറയണേ? രേവതി, ഈ പറയുന്ന ശ്രുതി ആ പണം കൊടുക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം കാണും. എന്ത് കാര്യം? ഒരു കാര്യമില്ലാതെ ഒരാൾ അങ്ങനെ ചെയ്യുവോ? ഒരു പക്ഷെ ശ്രുതി കൊണ്ട് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പണം മോഷ്ടിച്ച ആൾ ആരാ എന്താന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പൊ ആ പണം മോഷ്ടിച്ച ഒരാള് ഒരു പണം മോഷ്ടിച്ചെന്ന് വെച്ചോ, പിന്നെ പിടിക്കപ്പെടുമെന്ന് കഴിയുമ്പോഴല്ലേ ഒന്നെങ്കിൽ അത് കൊണ്ട് തിരിച്ചു വെക്കുന്നേ, അല്ലെങ്കിൽ തന്നെ തിരിച്ചറിയുമെന്ന് അറിഞ്ഞിട്ടല്ലേ. അപ്പൊ അങ്ങനെ എന്തേലും ആണോ ഇവിടെ നടന്നിരിക്കുന്നത്? സച്ചേട്ടൻ എന്താ ഉദ്ദേശിക്കണേ? മിക്കവാറും ശ്രുതി ആയിരിക്കും ഈ പണം മോഷ്ടിച്ചേ. ശ്രുതിയോ? ശ്രുതിക്ക് അതിന്റെ ആവശ്യം എന്താ? ശ്രുതി കോടീശ്വരി അല്ലേന്ന് ചോദിച്ചു. അതൊക്കെ പറയുന്നല്ലേ, പക്ഷെ നമുക്കിതിനായിട്ടും തെളിവൊന്നും കിട്ടിയിട്ടൊന്നുമില്ലോ. എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ രേവതി ഇങ്ങനെ ആലോചിച്ചു, സച്ചേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. ശ്രുതി എന്താണെങ്കിലും ഇത്ര വലിയ ത്യാഗം ചെയ്യുമെന്ന് തോന്നില്ല. സ്വന്തം കെട്ടുതാലി കൊണ്ട് പണയം വെച്ചിട്ട് കൊണ്ട് പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പറ്റിയില്ല. പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോ രേവതി അടുക്കളയിലായിരുന്നു. അപ്പോഴേക്കും വർഷ അങ്ങോട്ട് വന്നു. വർഷ വന്നിട്ട് പറഞ്ഞു, രേവതി ചേച്ചി എനിക്കൊരു ഓംലേറ്റ് അടിച്ചു തരാമെന്ന് ചോദിച്ചു. അതിനെന്താ, നല്ല കുരുമുളകിട്ട് അടിക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു, അതിനെന്താ, ഞാൻ അടിച്ചു തരാം.
അപ്പോഴേക്കുമാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ശ്രുതി വന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്ന സമയത്ത് രേവതി പറഞ്ഞു, എന്നാലും ശ്രുതിയുടെ മനസ്സിനെ സമ്മതിച്ചെന്നിരിക്കുന്നു കേട്ടോ. കെട്ടുതാലി പണയം വെച്ചിട്ടല്ലേ ഭാമാന്റെ കൊണ്ട് പണം കൊടുത്തേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ശ്രുതി ഒന്ന് ഞെട്ടിപ്പോയി. പക്ഷി ചോദിച്ചു, എന്താ രേവതി ചേച്ചി പറഞ്ഞേന്ന് ചോദിച്ചു. അല്ല, 2 ലക്ഷം രൂപ ഭാമാന്റെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയില്ലേ, ആ 2 ലക്ഷം രൂപ കൊണ്ടു കൊടുത്ത് ആരാന്നറിയാവോ? ശ്രുതിയാന്ന് പറഞ്ഞു. അതെന്തിനാ ശ്രുതി കൊടുക്കണേ? അല്ലെ, എന്റെ മേലല്ലേ കുറ്റം ആരോപിക്കപ്പെട്ടിരുന്നേ, അതിന്റെ വലിയ വീട്ടിൽ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി കൊണ്ടേ പണം കൊടുത്തെന്ന്. അത് കേട്ട ശ്രുതി ചോദിച്ചത് ആരാ പറഞ്ഞെന്ന് ചോദിച്ചു. ഭാമാന്റെ തന്നെ പറഞ്ഞു. ഓഹോ, അപ്പൊ എല്ലാം പറഞ്ഞിട്ടുണ്ട്, അവരോട് പറയില്ലെന്നും പറഞ്ഞ എന്നിട്ടോ അവര് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. ആള് കൊള്ളാലോ. വർഷ പറഞ്ഞു, അല്ലെങ്കിലും ഒരാളൊരു കാര്യം പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരായിരിക്കും അത് ആദ്യം ചെന്ന് പറയണേന്ന് പറഞ്ഞു. പിന്നീട് ശ്രുതി പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് പോവാണ്. ആ സമയത്ത് വർഷ പറഞ്ഞു, അല്ല ശ്രുതി ചേച്ചി എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്തേ? ശ്രുതി ചേച്ചി 2 ലക്ഷം രൂപ വെറുതെ കളയുന്ന ആളല്ല. അങ്ങനെ ചെയ്യാനായിട്ട് എന്തായിരിക്കും കാരണം? രേവതി പറഞ്ഞു, സച്ചേട്ടനോട് ഞാനിത് പറഞ്ഞപ്പം സച്ചേട്ടനും ഇത് തന്നെയാ പറഞ്ഞത്, എന്തോ ഒരു കാര്യമുണ്ടല്ലോ എന്ന്. അത് കേട്ടുകഴിഞ്ഞപ്പം വർഷവും ശരിയാ, എന്തോ സംതിങ് മറച്ചു വെക്കുന്നുണ്ട്, എവിടെയോ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. ആ സാരമില്ല, നമുക്ക് എന്താണെങ്കിലും അത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. അധികം വൈകാതെ എന്താണല്ലോ അത് പുറത്തു വരും, അപ്പൊ നമുക്കറിയാലോ സത്യങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. പിന്നീട് സച്ചിൻ തന്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ച് നിൽക്കുകയാണ്. ആ സമയത്താണ് സച്ചിയുടെ ഒരു കൂട്ടുകാരനെ കൂടെ വരുന്നത്. അവനെ കണ്ടുകഴിഞ്ഞപ്പോ സച്ചിയോട്, എടാ കുറച്ച് ദിവസങ്ങളായല്ലോ നിന്നെ കണ്ടിട്ടെന്ന് പറഞ്ഞു. എന്ത് പറയാൻ എന്റെ സച്ചേട്ടാ, ഞാൻ ആ പെണ്ണിന്റെ പിന്നാലെ നടക്കുമായിരുന്നു പറഞ്ഞു. പെണ്ണോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ സച്ചേട്ടനോട് എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാന്ന്. അപ്പൊ ആ പെണ്ണിന്റെ പുറകെ, എടാ നീ പിന്നാലെ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? എന്റെ സച്ചേട്ട, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാ, എനിക്ക് അടുത്തുനിന്ന് സംസാരിക്കാനൊക്കെ പേടിയാ, കാരണം അവളിനി എന്താ പറയണമെന്ന് അറിയില്ല. എടാ നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ വീട്ടിൽ പോയി കല്യാണം ആലോചിക്കണം. കല്യാണോ? അതേന്നെ, അവളുടെ വീട് എവിടെയാന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ പോയി കല്യാണം ആലോചിക്കാൻ നോക്ക്. അവളുടെ അച്ഛനെ കണ്ട് കാര്യം പറ, അതല്ലേ നല്ലത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് നിനക്ക് കെട്ടിച്ചേരും, അല്ല ചുമ്മാ പിന്നാലെ നടന്നിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അവനും തോന്നി ശരിയാന്ന്. പക്ഷേങ്കിൽ സച്ചിക്ക് അറിയത്തില്ലല്ലോ തന്റെ ഭാര്യയുടെ പിന്നാലെ നടക്കുന്ന ഇവനാന്ന്. അതുപോലെ അവനും അറിയത്തില്ല സച്ചിയുടെ വൈഫാന്നുള്ള കാര്യം. കാരണം നിത്യ കുങ്കുമൊക്കെ രേവതി ഉണ്ടായിരുന്നു, പക്ഷെ അവൻ അതൊന്നും ശ്രദ്ധിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അതിനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. കാരണം അവന്റെ പേടി ഉണ്ടായിരുന്നു രേവതിയെ കാണുമ്പോൾ. ഇഷ്ടമാണ് താനും, പക്ഷെ അത്രയ്ക്ക് അടുത്ത് നിന്ന് സംസാരിക്കാനും പേടിയായിരുന്നു. പിന്നീട് അവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു, ഇവനാള് കൊള്ളാലോ, ഒരു പെണ്ണിനെ പിന്നാലെ നടക്കാനായിട്ട് കുറെ നാളായി, പക്ഷേ എങ്കില് ഇഷ്ടം തുറന്നു പറയാനൊക്കെ ഒരു ഭയമല്ലേന്ന് ചോദിച്ചു. അതെ, അവൻ എന്താണെങ്കിലും രണ്ടിലൊന്ന് തീരുമാനിക്കും. ആ പെണ്ണിന്റെ വീട്ടിലേക്ക് എന്ന് കല്യാണം ആലോചിക്കട്ടെ, പിന്നെ ഇവന് ഇഷ്ടമായതുകൊണ്ട് ഇനി ബ്രോക്കർമാരുടെ ആവശ്യമൊന്നുമില്ല, അവൻ നേരിട്ട് നിന്ന് ആലോചിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? സച്ചി ഒരു ഓട്ടം ഉണ്ടായിരുന്നു, ഓട്ടം പോവാണ്. ഇതേ സമയത്ത് ശ്രുതിയും കൂടെ ഷോപ്പിലായിരുന്നു. അപ്പോഴേക്കാണ് ശ്രുതിയുടെ ഫോണിലേക്ക് അഭിലാഷ് സാറിന്റെ കോള് വരുന്നത്. അങ്ങനെ കോള് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി കോൾ എടുത്തു. ആണോ സാർ? ആ സന്തോഷമാണ്, താങ്ക് യു സാർ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ചോദിച്ചു, എന്താ ശ്രുതി, കാര്യം എന്താ? അതെ, പ്രോഫിറ്റ് ഒരു 10 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ടെന്ന്. പ്രോഫിറ്റോ? അതേന്നെ, 10 ലക്ഷം രൂപ അഭിലാഷ് സാർ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ടെന്ന്. ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ, നമ്മൾ ചെക്ക് ചെയ്തു. അതെ, 10 ലക്ഷം രൂപ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. അപ്പോഴേക്കുമാണ് ആനന്ദ് അങ്ങോട്ടേക്ക് വരുന്നത്. ആനന്ദ് എന്നിട്ട് ചെന്തട ഭയങ്കര സന്തോഷമുള്ളോ? അത് പിന്നെ എനിക്ക് പ്രോഫിറ്റ് വന്നെന്ന് പറഞ്ഞു. പ്രോഫിറ്റ് വന്നോ? അതെ, അഭിലാഷ് സാർ പ്രോഫിറ്റ് ഇട്ടുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷത്തോടുകൂടി പറയുന്നേ. എത്ര രൂപ എന്ന് ചോദിച്ചു. പെട്ടെന്ന് തുക എത്ര എന്ന് പറയാൻ വേണ്ടി വന്ന. പിന്നീട് സുധിയോർത്ത് വേണ്ട പറയണ്ട, തനിക്ക് കിട്ടിയ പ്രോഫിറ്റിന്റെ കണക്ക് എന്തിനാ ഇവനോട് പറയണേ? ആ സമയം ആനന്ദം പറഞ്ഞു, എന്താടാ നീ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ല എന്ന് പറഞ്ഞു. എടാ, നിന്നെ അഭിലാഷ് സാറിനെ കൂടെ മുട്ടിച്ചാളെ ഞാനല്ലേ, എന്നിട്ട് നീ എന്നോട് കള്ളത്തരം പറയുന്നു. എടാ, കുറച്ച് പൈസയൊക്കെ കൈ വന്ന നീ ഒരു കാര്യം ചെയ്യാം, അത് കൈ വെച്ചോണ്ടിട്ട് കാര്യമില്ല, എന്തേലും പ്രയോജനത്തിൽപ്പെടുത്തണം. ഒരു കാര്യം ചെയ്യാം, നല്ലൊരു വീടൊക്കെ നോക്കാൻ പറഞ്ഞു. വീടോ? അതെ. ഞാനിപ്പോ വീടൊന്നും നോക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ആനന്ദം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എന്റെ ഫോണകത്ത് 1-2 ഫോട്ടോസ് ഉണ്ട്, 1-2 നല്ല വീടിന്റെ കാര്യങ്ങളൊക്കെ, അതൊക്കെ വിൽക്കാനിട്ടിരിക്കുന്ന നോക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഫോട്ടോസ് കാണിച്ചു കൊടുത്തു കഴിയുമ്പത്തിനും ശ്രുതി പറഞ്ഞു, കൊള്ളാലോ ശ്രുതി എന്ന് പറഞ്ഞു. കുറച്ച് വില കൂടുതലുണ്ട്, കുറേശ്ശെ പൈസ ഉണ്ടാക്കി നമുക്കത് മേടിച്ചെടുക്കാന്നൊക്കെ ആനന്ദനം പറയണം. അവന് ബ്രോക്കർ കാശ് കിട്ടുന്ന കാര്യമാണല്ലോ. ആ സമയം ശ്രുതി പറഞ്ഞു, ശ്രുതി എന്റെ നല്ല കാലം തെളിഞ്ഞെന്ന് തോന്നേ, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോ രവീന്ദ്രന്റെ വീട്ടിലേക്ക് സച്ചിയുടെ ആ കൂട്ടുകാരൻ വരുവാണ്. വർഷ ശ്രീകാന്തും രവീന്ദ്രനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ അവനങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ ചോദിച്ചു, ആരാ എന്താന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും പറഞ്ഞു, അതെ
ഞാൻ ഒരു കല്യാണാലോചനയായിട്ട് വന്നാന്ന് പറഞ്ഞു. കല്യാണാലോചനയോ? അതിനിവിടെ കെട്ടിക്കാനും കെട്ടാനൊന്നും ആരുമില്ലോ. രവീന്ദ്രൻ ഒരു നിമിഷം ആലോചിച്ചു. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, നിങ്ങക്ക് വീട് മാറിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞു. വീട് മാറിട്ടൊന്നുമില്ല, സാറിന്റെ മോൾക്കൊരു ആലോചനയായിട്ട് വന്നിരിക്കുന്ന. എന്റെ മോൾക്കോ? അത് സാറേന്ന് പറഞ്ഞു. ശരിക്കും വീട് മാറിപ്പോയിട്ടുണ്ടെന്ന് വർഷ അപ്പത്തിന് ശ്രീകാന്തിനോട് പറഞ്ഞു. അത് പറഞ്ഞിട്ട് അയാൾ സമ്മതിക്കുന്നില്ല. അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് ഇരുന്നേ. അതെ, അതല്ലേ സാറിന്റെ മോള്, ആ മോൾക്ക് വേണ്ടി ആലോചനയാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീകാന്തും വർഷയും കൂടെ പരസ്പരം നോക്കി ചിരിക്കുവാണ്. അതോന്ന് രവീന്ദ്രൻ ചോദിച്ചു. അതെ, ആ മോൾക്കൊരു ആലോചനയായിട്ടാ വന്നിരിക്കുന്നേ. നിങ്ങളുടെ മോളെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ വേറെ ബ്രോക്കർമാരുടെ സഹായമൊന്നും ഇല്ലാതെ നേരിട്ട് വന്ന് ആലോചിക്കാന്ന് കരുതി എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ രവീന്ദ്രൻ അന്താളിപ്പോടെ നോക്കുകയാണ് അവനെ. അവനൊന്നും അറിയത്തില്ലാതെ വന്നേന്ന് മനസ്സിലായി. ആ സമയം ശ്രീകാന്ത് പറഞ്ഞു, അല്ല, നിങ്ങൾക്ക് അവരെ കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് ചോദിച്ചു. നിങ്ങളുടെ സഹോദരിയല്ലേ, എനിക്ക് എന്താണല്ലോ അവളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് നേരിട്ട് വന്നേന്ന് പറഞ്ഞു. ആ സമയത്താണ് സച്ചി ഓട്ടോ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ സച്ചി ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോ തന്റെ ഫ്രണ്ട് നിൽക്കുന്നു. നീ എന്താടാ ഇവിടെന്ന് ചോദിച്ചു. ഇത് സച്ചിയുടെ വീടായിരുന്നെന്ന് ചോദിച്ചു. അതെ, എന്റെ വീടാന്ന് പറഞ്ഞു. അല്ല, നീ എന്താ ഇവിടെ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കല്യാണാലോചനയായിട്ട് വന്ന. കല്യാണാലോചന? അതേന്നേ. അപ്പോഴേക്കും രേവതി അങ്ങോട്ട് വന്നു. ദേ, ഈ നിൽക്കുന്ന പെൺകുട്ടിയുടെ പിന്നാലെ ഞാൻ നടന്നേന്ന് പറഞ്ഞു. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, സച്ചി നിനക്ക് ഇവനെ അറിയാവുന്ന ചോദിച്ചു. എന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞു. ആ സമയത്ത് സച്ചു, നീ ഇത് എന്ത് പരിപാടിയാ കാണിച്ചെന്ന് ചോദിച്ചു. എന്ത്? നീ എന്തിനാടാ കല്യാണാലോചന ഇട്ട് ഇങ്ങോട്ടേ വന്നേ? സച്ചിയാണല്ലേ പറഞ്ഞേ ഇഷ്ടപ്പെടുന്ന പെണ്ണിന്റെ പിന്നാലെ വെറുതെ നടന്ന് സമയം കളയരുത്, വീട്ടിൽ പോയി കല്യാണം ആലോചിക്കണമെന്ന്. അതുകൊണ്ട് ഞാനിതേ അവളുടെ അച്ഛനോട് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സച്ചി ആകെപ്പാടെ പെട്ട് നിൽക്കുകയാണ്. ഓഹോ, അപ്പം സച്ചിയാണ് ആ ബ്രോക്കർ അല്ലേന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ്. സച്ചി ഞെട്ടിത്തെറിച്ചിരിക്കുക. രേവതി ഇങ്ങനെ രൂക്ഷമായിട്ട് സച്ചിയെ നോക്കുവാണ്. ഒടുവില് അവൻ ചോദിച്ചു, സച്ചേന്റെ പെങ്ങളാണോ അത്? എന്നിട്ട് സച്ചേന്റെ എന്നോട് പറഞ്ഞിട്ടില്ലോ എന്ന് പറഞ്ഞു. എടാ, അത് പിന്നെ അതെ, ഞാൻ സച്ചേന്റെ അച്ഛനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് തന്നെ വീട്ടുകാർക്കൂടെ ഇഷ്ടപ്പെടുവാണെങ്കിൽ കല്യാണം നടത്താല്ലേന്ന് ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പോ രവീന്ദ്രൻ സച്ചിനെ ഒന്ന് നോക്കി. പിന്നീട് രവീന്ദ്രന്റെ അടുത്ത് എന്നിട്ട് അവൻ ചോദിച്ചു, അച്ഛാ, എനിക്ക് അവളെ കെട്ടിച്ചു തരുവോ എന്നൊക്കെ ചോദിക്കുകയാണ്. കെട്ടിച്ചു തരുവോന്ന്? ഞാനാ? അതൊക്കെ ആ നിൽക്കുന്നവരോട് ചോദിച്ചാൽ മതി. ഓ, അപ്പൊ സച്ചേനാണോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഇവിടെ? എനിക്കറിയില്ലായിരുന്നു പറഞ്ഞു. ശ്രീകാന്തും വർഷയിൽ നിന്ന് ചിരിക്കുകയാണ്. രേവതിക്കാണ് ഭയങ്കര ദേഷ്യമായിരുന്നു. ഈ സമയം സച്ചി ചോദിച്ചു, എടാ, നീ എത്ര കാലം പിന്നാലെ നടന്നിട്ടുണ്ട്? കുറച്ച് നാളായി പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. ഞാനേ ഫോണിനകത്തൊരു പരസ്യമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ മണ്ഡപത്തിന്റെയൊക്കെ അലങ്കരിക്കുന്നതിനെ കുറിച്ചൊക്കെ. അപ്പൊ അതിന്റെ ഒരു പരസ്യം കണ്ടു കഴിഞ്ഞപ്പോ തൊട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ പിന്നാലെ വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. എടാ വൃത്തികെട്ടവനെ! സച്ചിക്കാണ് ദേഷ്യ സങ്കടം വന്നു. പിന്നീട് സച്ചി പറഞ്ഞു, അതാരാന്ന് നിനക്ക് അറിയാവുന്ന ചോദിച്ചു. സച്ചിന്റെ പെങ്ങളല്ലേ? എടാ, പെങ്ങളല്ലടാ, അതെന്റെ ഭാര്യ. നീ അവളെ സൂക്ഷിച്ചു നോക്കിയില്ലെന്ന് ചോദിച്ചു. നോക്ക്, അവളുടെ നെറ്റിയെ കുങ്കുമം, കഴുത്തെ താലിയുണ്ടെന്ന് പറഞ്ഞു. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് അവൻ ആകെപ്പാടെ ഞെട്ടിപ്പോവാണ്. അവൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല തനിക്കിട്ടൊരു പണി കിട്ടുമെന്നുള്ള കാര്യം. എന്താണെങ്കിലും അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനി അധികം വൈകാതെ ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്താവും. ശ്രുതിയാണ് പണം അടിച്ചു മാറ്റിയെന്നുള്ളത്. കാരണം അതിന്റെ അന്വേഷണത്തിലായിരുന്നു രേവതി വർഷയൊക്കെ. എന്തുകൊണ്ടാണ് ശ്രുതി 2 ലക്ഷം രൂപ ബഹുമാനിക്ക് കൊടുത്തതെന്നുള്ളത്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.